Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Prayer ആരാ പ്രിപ്പയർ ആയിരിക്കുന്നേ പറഞ്ഞോ കേട്ടോ. പ്രേയറിന് പ്രിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ. ഞാൻ റെഡിയാണ് മാം. പറഞ്ഞോ മോനെ അഫ്ല. Good morning. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇതിനെ കുറിച്ചായിരുന്നു. ഇമോഷണൽസും ഇമോഷണൽ ഡെവലപ്മെന്റ്സിനെ കുറിച്ചായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ? ഗുഡ് മോർണിംഗ്. അല്ലെ, ഇമോഷണൽ ഡെവലപ്മെന്റ്സിനെ കുറിച്ചല്ലേ എടുത്തു നിർത്തിയത് നമ്മ? അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷൻസ് ആണോ എടുത്തു നിർത്തിയത്? ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു മാം. അത് കഴിഞ്ഞിട്ടുള്ളത് വായിച്ചിട്ടില്ല അല്ലെ? വായിച്ചില്ല. നമ്മ പറഞ്ഞല്ലോ സെപ്പറേഷൻ ആൻസൈറ്റി, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിനെ കുറിച്ചൊക്കെ നമ്മ പറഞ്ഞു. ഓക്കെ, ഡിസ്കസ് ചെയ്തു. ഫാക്ടേഴ്സ് ആണ് എടുക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടേഴ്സ് ആണ്. ഞാനും അതാണ് ഓർത്ത് വന്നത് കേട്ടോ. ഫാക്ടേഴ്സ് മുതൽ എടുക്കണമെന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിച്ചത് ഒന്ന് റിവൈൻ ചെയ്ത് നോക്കാം. ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമെന്ന്. ഇല്ലേ, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ച് എന്താണ് മനസ്സിലായത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതേപോലെ തന്നെ 2 ടൈപ്പ് ആൻസൈറ്റീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ആ ക്ലാസ് അതും കൂടി നിങ്ങൾ ഓരോരുത്തരും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലേ, ഓർമ്മയുണ്ടോ? അതെ മാം. പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ആരെ പ്രിപ്പയർ ആയിരിക്കണേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇല്ല അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം ഒരാളാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫ്നയാണോ? ആരൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാള് വേണ്ട. മനസ്സിലായിരുന്നു. എന്താണ് എന്താ പറഞ്ഞെന്ന് മനസ്സിലായി. എടാ, ഞാനതേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോർഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ആരൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയാത്ത ആൾക്കാർ ഇപ്പൊ പറയണോ കേട്ടോ, എന്താണ് നിങ്ങൾക്ക് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ച് മനസ്സിലായതെന്ന്. ഓക്കെ, ആരാ തയ്യാറായിട്ടുള്ളവരെന്ന് മെസ്സേജ് അയച്ച് ഞാൻ വിളിക്കുക പേര്. ആരും തയ്യാറായിട്ടില്ല? ആരും നോക്കിയിട്ടില്ല? കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്തവരാണോ മാം പറയേണ്ടത്? അതെ, കഴിഞ്ഞ ക്ലാസ്സിൽ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീന അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 പേരും കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അറിയാവുന്നവര് പറഞ്ഞു കേട്ടോ. ഞാൻ പേര് വിളിക്കും, അവർ പറയേണ്ട വരും. മാം, ഞാൻ കുറച്ച് പറയാം. ഓക്കെ, അങ്ങനെ മനസ്സിലായത് ഓർമ്മയിലുള്ളത് പറഞ്ഞു. ഓക്കെ, പറയുന്നത് കുട്ടികളുടെ ഇമോഷൻസ് താൽക്കാലികമാണ്, ടെമ്പററി ആണ്, താൽക്കാലികമാണ്. ഇമോഷൻസ് എന്ന് പറഞ്ഞ കുട്ടികളിലെ അത് അവരുടെ വളർച്ചയനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ 2 തരം ഇമോഷൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ട്രേഞ്ചർ ആങ്സൈറ്റിയും പിന്നെ സെപ്പറേഷൻ ആങ്സൈറ്റിയും. അപ്പോ കുട്ടികളും പാരന്റ്സിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു പേടി, അതാണ് സെപ്പറേഷൻ ആങ്സൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ടൊരു സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊക്കെയാണ് സെപ്പറേഷൻ ആങ്സൈറ്റിയിൽ ഉൾക്കൊള്ളുന്നത്. പിന്നെ സ്ട്രേഞ്ചർ, അതുപോലെ പരിചയമില്ലാത്ത ആൾക്കാരനെ കാണുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പേടി, അതാണ് സെപ്പറേഷൻ സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്നത്. പിന്നെ ഓരോ മാസം കുട്ടി ജനിച്ചിട്ട് ഒരു 5 months അങ്ങനെ ഓരോ കാലയളവില് കുട്ടികള് കുറെ വേർഡ്സുകൾ സംസാരിക്കാൻ തുടങ്ങുന്ന കുറെ വേർഡ്സുകളും സൗണ്ടുകളും അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു. ഓരോരോ നമുക്ക് മനസ്സിലാവാത്ത അർത്ഥമില്ലാത്ത കുറെ വാക്കുകൾ അവര് സംസാരിക്കും.
പിന്നെ അത് ഒരു 1 ഇയറും അതിന് മുകളിലേക്കൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും അതൊരു വേർഡ്സുകളായിട്ട് ഒരു 50 വേർഡ്സ്, ഒരു 10 വേർഡ്സ് അങ്ങനെയൊക്കെ വേർഡ്സുകളായിട്ട് സംസാരിച്ചു തുടങ്ങും. അന്ന ഒരു മിനിറ്റ് കേട്ടാ. മോനെ അത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞത് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. അതെ, ഓ സോറി. വേറെ ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ആൻസൈറ്റി ഓക്കെ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയലായി. ഓക്കെ, അഞ്ജന. അഞ്ജന ആരെങ്കിലും തയ്യാറാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേ. മിസ്സേ, ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞു അഞ്ജന. നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഏജ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അനുസരിച്ചിരിക്കും. അതായത് നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസും നമ്മളെ ഏജ് ആകുമ്പോൾ ഉള്ള ഇമോഷൻസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിന്റെ സിറ്റുവേഷൻസും ചേഞ്ച് ഉണ്ടാവും. അപ്പൊ നമ്മൾ കുഞ്ഞു കാലത്തൊക്കെ നമ്മൾ എന്തേലും നമ്മുടെ കയ്യിൽ നിന്ന് ആരെയും തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് കരയും. പക്ഷെ നമ്മൾ വലുതാകുവാണ്, നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് വരില്ല. അതായത് ഒരു പേഴ്സന്റെ സിറ്റുവേഷൻസും ഏജിനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ മാം? ക്ലിയർ ആണോ? പറഞ്ഞോ. പിന്നെന്താ പറയാനുള്ള? അതാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ സിറ്റുവേഷൻസും ഏജും ഒക്കെ ഉൾക്കൊണ്ടിരിക്കും ഇമോഷൻസിൽ. അങ്ങനെയാണോ? കുഴപ്പമില്ല. ഏജും അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് പ്രായം അനുസരിച്ച് നമ്മുടെ ഓരോ ഏജിനനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ചെറുപ്പത്തിലെ വാശിക്കാരായിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ വലുതാവുമ്പോ വാശിയൊന്നും കാണിക്കാത്ത നല്ല കുട്ടികളായിട്ട് മാറും. ചെറുപ്പത്തിലെ നല്ല കുട്ടികളായിരിക്കുന്നവര് ചിലപ്പോ ഭാവിയിൽ എന്താ പറയാ വാശിക്കാരൊക്കെ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവരുടെ ഇമോഷൻസ്, കുട്ടികളുടെ ഇമോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴും ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്നാൽ പെട്ടെന്ന് എന്താണ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ചിരിക്കണം നമുക്ക് കാണാൻ പറ്റും. അതായത് നന്നായിട്ട് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞിരിക്കാൻ കുറച്ചായിരിക്കും ഒരു കാരണമില്ലാണ്ടിരുന്ന് കരയും. അപ്പൊ നമ്മ പേടിച്ചു, എന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ട് പേടിച്ചു. അപ്പൊ അതെന്താണ്, അവരുടെ ഇമോഷൻസിന് എന്താണ് ചേഞ്ച് ചെയ്തോണ്ടേ ഇരിക്കുന്നത്, എപ്പോഴും അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഇനി ആരാണ്? അശ്വതി പറഞ്ഞോടാ. അശ്വതി ഹലോ പറഞ്ഞോ. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ദേഷ്യം, സങ്കടം, അങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങൾ കുട്ടികൾക്ക് കാണും. അത് ഓരോരോ തരത്തിലുള്ള വികാരങ്ങളും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. പിന്നെ കുട്ടികളുടെ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിരിക്കും. അത് ഓരോ സമയം കഴിയുന്നതോറും ഷിഫ്റ്റ് ചെയ്ത് ഓരോരോ വികാരങ്ങളായിരിക്കും കാണിക്കുന്നത്. പിന്നെ എപ്പോഴും വികാരങ്ങൾ ഉണ്ടെങ്കിലും തന്നെ അത് മാറി മാറി വരികയും ചെയ്യും. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഭയങ്കര നിർബന്ധവും ആയിരിക്കും. പിന്നെ അമ്മയും കുട്ടിയും തമ്മിൽ മാറി നിൽക്കുന്നതും വീടും മറ്റുമൊക്കെ മാറി നിൽക്കുന്ന സമയത്തിന് ആ ഒരു കുട്ടിയുടെ ആ ഒരു ഫീലിങ്ങിനെയാണ് സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതേപോലെ സ്ട്രേഞ്ചറും അറിയാത്ത ആളുകളെയൊക്കെ കുട്ടി കാണുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന ആ ഒരു പേടിയും കാര്യങ്ങളുമെയാണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്നത്. പിന്നെ പലതരത്തിൽ കുട്ടികളിൽ പേടി ഉണ്ടാകുന്നുണ്ട്. വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും, അതേപോലെ ഇരുട്ട്, അതേപോലെ പിന്നെ മറ്റു വ്യക്തികളൊക്കെ വരുമ്പോൾ, പിന്നെ ഓരോ സ്ഥലങ്ങളിൽ, അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് ആയിരിക്കും. അതാണ് മിസ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായ കാര്യം, ക്ലാസ്സിലെടുത്ത കാര്യം നന്നായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു. ലിമ്മി എടാ അവര് ഓക്കെ, അഫ്ന അടുത്തത് പറഞ്ഞാൽ മതി. ലിമ്മി പറഞ്ഞോ. ലിമ്മി മൈൻസോ ലിമ്മി ഓക്കെ. മോൻ പറയും. മനസ്സിലായി. പറഞ്ഞോട്ടാടാ. സെപ്പറേഷൻ കാണാതെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയാണ് കുട്ടികൾക്ക്. അതായത് കുട്ടികളുടെ ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. പിന്നെ അവർക്ക് പെട്ടെന്ന് ഹൈഡ് ചെയ്യാൻ അറിയില്ല. പിന്നെന്താ, ഇമോഷൻസ് ഒക്കെ അവരുടെ സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഫസ്റ്റ് ടൈമിൽ എല്ലാ കുട്ടികളും പെട്ടെന്ന് കരയും ചെറുപ്പത്തില്.
തീരെ ചെറുപ്പത്തിൽ. പിന്നീടാണ് അവർക്ക് ഓരോരോ വികാരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് കരയാനും ചിരിക്കാനും അവരുടെ ഇമോഷൻസ് ഒക്കെ അവതരിപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റും അവർക്ക്. ഇത്രേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഓക്കേടാ. ഒരു എന്റെ പകർച്ചയിലായിരുന്നു ഇപ്പൊ സംസാരിക്കണേ, കുഴപ്പമില്ല. ആസ്നയ്ക്ക് എന്താ മനസ്സിലായത്? ഒരു സംഭവത്തോട് ഒരാൾ നൽകുന്ന പ്രതികരണമാണ് ഇമോഷൻ. അതായത് പെട്ടെന്ന് ഒരു എന്തെങ്കിലും കാര്യം കാണുമ്പോൾ സന്തോഷിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും കരയുക, അങ്ങനെയൊക്കെ. ഇത് പല രീതിയിലുണ്ടാവും. സങ്കടമായിട്ട്, ദേഷ്യമായിട്ട്, സന്തോഷമായിട്ട്, പിന്നെ ലവ്, കെയർ, അങ്ങനെയൊക്കെ പല രീതിക്ക് അതുണ്ടാവും. അതൊക്കെ ടെമ്പററി ആണ്, പെട്ടെന്ന് വന്നു പോയിക്കൊണ്ടിരിക്കും ഓരോ ഇമോഷൻസും. പിന്നെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ചിരിക്കും, വാശി പിടിക്കും, കരയും, അങ്ങനെയൊക്കെ പല രീതിയിൽ. ഈ പ്രീ സ്കൂൾ പ്രായത്തിൽ റെഗുലർ ആയിട്ട് ഇമോഷൻസ് ഉണ്ടാവും. അതായത് കഠിനമായിട്ട് ഭയങ്കര വാശി, കരച്ചിലൊക്കെ പിള്ളേർക്ക്. പിന്നെ അത് ഒബ്ജക്റ്റിനോട് കാണിക്കും. അതായത് ഇപ്പൊ എന്തെങ്കിലും സാധനമൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് എറിഞ്ഞ് പൊട്ടിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ കുട്ടികൾക്ക് അവരുടെ ഓരോ കാര്യങ്ങൾ, ഇമോഷൻസ് അവർ പുറത്ത് കാണിക്കുന്നത് കരഞ്ഞ് കാണിക്കും മറ്റുള്ളവരോട്, അധികം സംസാരിക്കൊന്നുമില്ല. പിന്നെ ഭയങ്കര കഠിനമായിട്ട് ഒരു കാരണമില്ലാതെ ചുമ്മാ പിള്ളേർ കരയുകയൊക്കെ ചെയ്യും. അവരുടെ ഇമോഷൻ അവർക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കില്ല, അവർ അത് പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കും. കരയുകയോ അല്ലെങ്കിൽ നഖം കടിക്കുക, പിന്നെ കയ്യെ പിടിച്ച് ഞെക്കി വിരലൊക്കെ ഇതില്ലേ, അങ്ങനെയൊക്കെ ഓരോ രീതിക്ക് അവർ കാണിക്കും. പിന്നെ മറ്റുള്ളവർ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവരെങ്ങാനും എടുത്തുകൊണ്ടോ, പിള്ളേരെ അമ്മയുടെ അടുത്ത് നിന്ന് കൊണ്ടുപോവോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പേടി കാരണം അവർ കരയും. അതാണ് സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ സപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ പിള്ളേരെ അംഗൻവാടിയിൽ ആദ്യമായിട്ട് കൊണ്ടുപോയി വിട്ട് കഴിയുമ്പോൾ അവരവിടെ നിൽക്കുമ്പോൾ അമ്മേനെ പിരിഞ്ഞു നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. അതാണ് സപ്പറേഷൻ ആൻസൈറ്റി. ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ ട്ടാ. ഇനി അനുവിന് എന്താ മനസ്സിലായത്? അനു ഓക്കെ. ജോൺസി. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഏജ് വെച്ച് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ പേഴ്സന്റെ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും ഇമോഷൻ മാറിക്കൊണ്ടിരിക്കുക. ഏജ് കൂടുന്തോറും ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കുട്ടികളിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കൊണ്ടാകുന്ന കരച്ചിൽ, അതുപോലെ അവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ പേടി, ടവില് കടിക്കൽ, അതുപോലെ നഖം കടിക്കൽ, വിരല് കുടിക്കുക, അങ്ങനെ ഓരോ ഇമോഷൻസ്, എക്സ്പ്രഷൻസ് അവർ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ അമ്മയും കുഞ്ഞും സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർ അംഗനവാടി അങ്ങനെ കൊണ്ടാക്കുമ്പോഴുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇത് കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ദേഷ്യം, സങ്കടം, സന്തോഷം എന്നിങ്ങനെ ഇമോഷൻ പെട്ടെന്നായിരിക്കും മാറിക്കൊണ്ടിരിക്കുക. അത്രയൊക്കെ തന്നെയാണ്. ഓക്കെ. അനു ഉണ്ടോ? ശ്വേത, രജീഷ്, ശ്വേത, രജീഷ്. ഓക്കെ. കുട്ടികളുടെ വികാരങ്ങള്, പെരുമാറ്റ പ്രതികരണങ്ങള് ഒരു പരിധിവരെ സന്തോഷം, സങ്കടം, ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന വികാരം, അങ്ങനെയാണ് ഇമോഷൻസ്. പിന്നെ അത് കുട്ടികളില് അവരുടെ ഇമോഷൻസ് വെരി ക്വിക്കിലി ആയിരിക്കും. കൃത്യമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാവില്ല അവര് ഇമോഷൻസ് കാണിക്കുന്നത്. അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പെട്ടെന്ന് ചിരിക്കും, അവര് പെട്ടെന്ന് കരയും. പിന്നെ അവരുടെ ഇമോഷൻസ് വെരി സ്ട്രോങ് ആയിരിക്കും. അമ്മയും കുട്ടിയും തമ്മിൽ നല്ല ബോണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളിൽ സോഷ്യലായിട്ട്, ഇമോഷണലായിട്ട് നല്ല ഡെവലപ്മെന്റ് ആയിരിക്കും. പിന്നെ അവരെപ്പോഴും, കുട്ടികളെപ്പോഴും നമ്മളെ അമ്മമാരെ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ പെട്ടെന്ന് അമ്മമാരെ കാണാതാവുകയോ അങ്ങനെ ഒക്കെ ഉള്ള സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ആൻസൈറ്റിനെയാണ് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര പേടിയും കരയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറയുന്നു. കുട്ടികളുടെ വികാരങ്ങൾ കുട്ടികൾ പലതരത്തിലാണ് കാണിക്കുന്നത്. അത് നഖം കടിച്ചിട്ടായിരിക്കും, കരഞ്ഞിട്ടായിരിക്കും, വിരല് ചപ്പിയിട്ടായിരിക്കും, വർത്താനം പറയുമ്പോൾ ബുദ്ധിമുട്ടായിട്ടായിരിക്കും. അങ്ങനെ പല രീതിയിലാണ് അവരുടെ ഇമോഷൻസ് അവര് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. രചിത പറഞ്ഞോ മോനെ. കുട്ടികളിൽ പലതരത്തിലുള്ള കുട്ടികളുടെ ഏജിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഇമോഷൻസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് കഠിനമായിരിക്കും.
പലതരം ഇമോഷൻസും ഉണ്ടാകും. അത് ടെമ്പററി ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ചില കുട്ടികളിൽ ഇമോഷൻസ് അവർ കാണിക്കാൻ തുടങ്ങും. പിന്നെ ഇമോഷൻ ടെമ്പററി ആയിട്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവർ ചിരിക്കാനും അതുപോലെ കരയാൻ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങും. പിന്നെ അവർക്ക് ഇമോഷൻസ് ഹൈഡ് ചെയ്യാനൊന്നും അറിയില്ല. പിന്നെ പിന്നെ അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം, അതിന് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അമ്മയും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെയാണ്. പിന്നെ കുട്ടികളിൽ സ്ട്രേഞ്ചർ ആൻസൈറ്റി കൂടുതലാണ്. മറ്റാളുകളുമായിട്ട് ഇടപെടാനായിട്ട് ഉള്ള ഒരു പേടി, അതിന് ആണ് സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ സെപ്പറേഷൻ ആൻസൈറ്റി മുതിർന്നവരുമായിട്ടുള്ള കൂടുതൽ അടുപ്പം സൂക്ഷിച്ചിട്ടുള്ള അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരടുത്തില്ലാതെ വരുമ്പോൾ ഉള്ള അവസ്ഥ, അതിനെയാണ് സെപ്പറേഷൻ ആൻസൈറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അമ്മയിൽ നിന്ന് കുട്ടികളെ അംഗൻവാടിയിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആയിട്ട് മാറ്റി നിർത്തുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതിനെയാണ് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് കൂടുതൽ ഇമോഷൻസ് കൂടുതലായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ വിശക്കുമ്പോൾ അവർ തമ്പ് സക്ക് ചെയ്യുക. പിന്നെ ടെമ്പററി ഇമോഷൻസ് ആണ് അവർക്ക് എപ്പോഴും ഉള്ളത്. പുതിയ ആളുകളെ കാണുമ്പോൾ പേടി തോന്നുമ്പോൾ അവർ കരയാൻ തുടങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ ഏടാ, നന്നായിട്ട് പറഞ്ഞിട്ടാ. സജിത പേസി ജോർജ് മിസ്, പറഞ്ഞോടാ. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയെയും സംബന്ധിച്ചുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ബിഹേവിയറിലൂടെ ഇമോഷൻസ് പ്രകടമാകുന്നു. ഇമോഷൻസ് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഉണ്ട്. ആങ്കർ, ഫിയർ, ഹാപ്പിനെസ്, സാഡ്, ജലസി, ഇതൊക്കെ ഇമോഷൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. പിന്നെ ഇമോഷൻസ് ആർ ഇൻബോൺ ആണ്. ചെറുപ്പത്തിൽ ദേഷ്യമുള്ള കുട്ടികൾ വലുതാകുമ്പോൾ പാവമായിരിക്കും. അതുപോലെ ചെറുപ്പത്തിൽ പാവമായിട്ടുള്ള കുട്ടികൾ വലുതാവും തോറും അവർക്ക് ദേഷ്യം കൂടിക്കൂടി വരുന്നത് കാണാം. പിന്നെ സ്ട്രേഞ്ചർ ആൻസിറ്റി, പരിചയമില്ലാത്തവരെ കാണുമ്പോൾ പ്രകടമാകുന്നതാണ്. പരിചയമില്ലാത്തവരെ കാണുമ്പോൾ പേടി പ്രകടമാകുന്നു, അതിനെ സ്ട്രേഞ്ചർ ആൻസിറ്റി എന്ന് പറയുന്നു. പിന്നെ അമ്മമാരെ കാണാതാകുമ്പോഴുള്ള പേടി, അതുപോലെ പ്രിയപ്പെട്ടവർ അടുത്തില്ലാതാകുമ്പോഴുള്ള പേടി, ഇതൊക്കെ സെപ്പറേഷൻ ആൻസിറ്റി ആണ്. അംഗനവാടി നിൽക്കുമ്പോൾ അമ്മമാരെ കാണാതാകുമ്പോഴുള്ള പേടി, അതൊക്കെ സെപ്പറേഷൻ ആൻസിറ്റി ആണ്. പിന്നെ ചില കുട്ടികൾ വിരൽ കടിക്കുക, പിന്നെ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ കരയുക, ഇതെല്ലാം കുട്ടികളിൽ പ്രകടമാകുന്നു. ഓക്കേടാ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. അൽഫിയ പറഞ്ഞോ. ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൽ വരുന്ന മാറ്റങ്ങളെയാണ് പ്രധാനമായിട്ട് ഇമോഷൻസ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കുട്ടികളിലാണ്. ഓരോ സാധനങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ച് കരയുന്നത്, പെട്ടെന്ന് കുട്ടികൾക്ക് ദേഷ്യം വരുമ്പോഴും കരച്ചിൽ തന്നെയായിരിക്കും. അതാണ് പ്രധാനമായിട്ട് ഇമോഷൻസ് കുട്ടികളിൽ കാണുന്നത്. പക്ഷെ അത് ടെമ്പററി ആയിരിക്കും, സ്ഥിരമായിട്ട് നിലനിൽക്കില്ല. കുറച്ചേരം കഴിയുമ്പോൾ അവരുടെ ആ കരച്ചിൽ മാറി സാധാരണ രീതിയിലാവും. കുട്ടികളിൽ രണ്ട് രീതിയിലാണ് ഇമോഷൻസ് കാണപ്പെടുന്നത്. ആങ്സൈറ്റി ആയിട്ട് വരും, ആകാംക്ഷ ഉണ്ടാവും ചില കുട്ടികളിൽ. ആ സാധനം വേണം വേണ്ടേ എന്നുള്ളൊരു ആങ്സൈറ്റി, അത് കിട്ടാൻ വേണ്ടി അവരത് പലതരത്തിലും പരിശ്രമിക്കും. പിന്നെ സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ട്, സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഉണ്ട്. അതായത് ഒരു കുട്ടി വേറൊരാളെ കാണുമ്പോൾ പേടിയായിരിക്കും ആ കുട്ടികളിൽ, അതിനെയാണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്നത്. പിന്നെ സ്വന്തക്കാരിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴുള്ള ഒരു ആങ്സൈറ്റി ഉണ്ട്, അതാണ് സെപ്പറേഷൻ ആങ്സൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കേടാ, ഏകദേശം നമുക്ക് ഒരു ഓർമ്മ വന്നല്ല ഇമോഷണൽ ഡെവലപ്മെന്റിൽ നമ്മൾ ഇമോഷൻസ് എന്താണെന്നും
കുട്ടികളുടെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് കുട്ടികളുടെ ഇമോഷൻസും, എന്തൊക്കെ ഇമോഷൻസ് ആണ് കുട്ടികളുടെ വരുന്നതെന്നും അവർ എങ്ങനെയാണ് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണേന്നും, അതേപോലെ അമ്മയും കുട്ടി എന്ന് പറയുന്നത് ഇൻഫന്റ് ഏജിൽ ചെറിയ കുട്ടികളുടെ ആ ചെറിയ എന്താ പറയാ കുട്ടിക്കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്നുള്ള കാര്യം അറിയാം. അതേപോലെ തന്നെ ആ അമ്മയും കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്സിന്റെ കുട്ടിയുടെ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിനെ വളരെ അധികം ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് സൈഡ്സ്, ടൈപ്പ് ഫിയർ അല്ലെങ്കിൽ ആൻസൈറ്റീസ് ആണ് കുട്ടികളിൽ പൊതുവെ കാണാറ്. ഒന്ന് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആയിരിക്കും. സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു പേഴ്സണെ, ഒരു പ്ലേസോ ഒരു വസ്തുവിനെ കാണുമ്പോഴോ കുട്ടിക്ക് തോന്നുന്ന പേടി അല്ലെങ്കിൽ അത് കാണുമ്പോൾ കുട്ടിക്ക് അറിയുന്നത് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി കൊണ്ടാണ്. സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ, കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പൊ ആ ഒരു കുട്ടീനെ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ കാണാണ്ടാവുമ്പോൾ കുട്ടിക്ക് വരുന്ന ആ ഒരു വിഷമം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇത് ഓരോ കുട്ടികളെ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അതേപോലെ ഒരു എന്താ പറയാ നല്ലൊരു സ്വഭാവത്തോട്ട് കുട്ടി നമ്മുടെ സൊസൈറ്റിയിൽ വളർന്നെങ്കിൽ അവന്റെ എന്താണ് ഹോംലി എൻവയോൺമെന്റും അതേപോലെ സോഷ്യൽ എൻവയോൺമെന്റും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിന്. അദ്ദേഹത്തിന്റെ സാമൂഹികമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ സാഹചര്യങ്ങളും എല്ലാവരും വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചാപ്റ്ററിൽ നോക്കുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ്. ഒരു കാര്യം ചെയ്യാം, ഈ പോർഷൻ ഞാൻ മാറ്റി വെക്കുക, എന്നിട്ട് നിങ്ങൾ പറ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതിനെ എന്ത് ചെയ്യണത്, ആകർഷിക്കണത് അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഓരോരുത്തർ പറഞ്ഞാൽ മതി. ഓരോ പോയിന്റ് ഓരോരുത്തർ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, മ്യൂട്ട് ഓൺ ആക്കാൻ പറയാം. സോഷ്യൽ എന്താണ് ജീന? സോഷ്യൽ അറ്റ്മോസ്ഫിയർ. ഓക്കെ, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, സോഷ്യൽ എൻവയോൺമെന്റ്. ഓക്കെ, ശരിയാണ്. സൊസൈറ്റിയിലെ ആ ഒരു എൻവയോൺമെന്റ് കുട്ടികളെ അഫക്ട് ചെയ്യും. സ്കൂളിന്റെ പരിസരം, നമ്മൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പരിസരം, അതിന് ചുറ്റുമുള്ള കാര്യങ്ങള്, നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം, തൊട്ടുള്ള നമ്മുടെ എന്താ പറയാ റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികള് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം, അവരിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയാ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണോ, ഇതെല്ലാ ഘടകങ്ങളും കുട്ടികളുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തതാരാ പറയണേ? ഫാമിലി. കീർത്തന പറയടാ. ഫാമിലി അറ്റ്മോസ്ഫിയർ അതായത് ഓരോ ആളുടെ എൽഡർ മെമ്പേഴ്സിന്റെ ബിഹേവിയർ അനുസരിച്ചായിരിക്കും കുട്ടികൾ പ്രതികരിക്കാൻ തുടങ്ങുക. അതായത് അവരായിരിക്കും അവരുടെ റോൾ മോഡൽ. അവർ കുഞ്ഞുനാൾ മുതലേ കണ്ടുവരുന്നതായിരിക്കും ഇവരുടെ സ്വഭാവം. ബാഡ് ഹാബിറ്റ് ആയാലും ഗുഡ് ഹാബിറ്റ് ആയാലും എന്തായാലും അവരുടെ സ്വഭാവമായിരിക്കും ഇവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ കുട്ടികളെ മുന്നിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്താൽ മാത്രമേ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. ഹെൽത്ത് അവരെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും രോഗാവസ്ഥയിലാവുമ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ ഇമോഷൻസ് ചേഞ്ചസ് വരാം. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ ഉള്ളത്. അപ്പൊ ഹെൽത്ത് നമ്മളെ കുറച്ച് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണെന്ന് എനിക്ക് തോന്നി. സോഷ്യൽ ഡെവലപ്മെന്റ്. എന്താണ് ദിവ്യ? സോഷ്യൽ ഡെവലപ്മെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആണോ ഉദ്ദേശിച്ചത്? കറക്റ്റ് ആണോ? ഒരാൾ പറഞ്ഞല്ല സോഷ്യൽ അറ്റ്മോസ്ഫിയർ. വേറെ എന്താണ്? ഓക്കെ. സോഷ്യൽ അറ്റ്മോസ്ഫിയർ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ കുട്ടി വളർന്നു വരുന്ന ആ ഒരു സൊസൈറ്റിയിലെ അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് ആ കുട്ടിനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയിലാണ് കുട്ടി വളർന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവന് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടായിരിക്കും ഭാവിയിലേക്ക് വരുന്നത്. അതേപോലെ ഇപ്പൊ ഞാൻ പറയുന്ന സ്ലംസ്, അതേപോലെ ചേരികളിൽ വളരെയാണെന്ന് വിചാരിക്കും. ഇപ്പൊ മുംബൈയൊക്കെ പോലത്തെ ചേരികളിലാണ് വളരണമെങ്കിൽ ആ കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും, അവിടെ ഉള്ളവരെ കണ്ടിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, വളർന്നു വന്നത്. ഓക്കെ, ഇന്റലിജൻസ്. അൻഷറ.
നല്ല ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്സ് നമുക്ക് കിട്ടണ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടി നമ്മളാണെങ്കിൽ ഒന്ന് ആലോചിക്കും, നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരുടെ ആ ഒരു പാത്ത് ഫോളോ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളും പഠിക്കാൻ തുടങ്ങും. നമുക്ക് ഒട്ടും പഠിക്കാത്ത ഉഴപ്പന്മാരാണ് നമ്മുടെ ഫ്രണ്ട്സ് എങ്കിൽ ഇങ്ങനെ നമ്മളും അതേപോലെ ഉഴപ്പി അങ്ങോട്ട് പോകും. ഓക്കെ, അടുത്തത് സ്കൂളിലെ സ്കൂള് നല്ലതാണ്. നന്നായിട്ട് നമുക്ക് എന്താ പറയാ, ഒരു കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കണേക്കാളും കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കണേക്കാളും കൂടുതൽ സമയം ആക്റ്റീവായിട്ട് എവിടെ ഉള്ളത് സ്കൂളുകളിലാണ്. അപ്പൊ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ പെരുമാറ്റം, അവിടുത്തെ കുട്ടികളുടെ പെരുമാറ്റം ഒക്കെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്താണ് സ്കൂൾ ആക്ടിവിറ്റീസുകളിലൊക്കെ കുറച്ച് വീഡിയോ. ഓക്കെ സ്കൂൾ ആക്ടിവിറ്റീസ്. ഇനി ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതാണ് പറഞ്ഞത് നമ്മൾ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം, നമുക്ക് എന്താ പഠിക്കാനുള്ളത് നോക്കാം കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. അപ്പൊ ഒരു കുട്ടിയുടെ ഹെൽത്തും അതേപോലെ ഫിസിക്കൽ ഡെവലപ്മെന്റും ആ കുട്ടിയുടെ ഇമോഷൻസിനെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇനി എന്തെങ്കിലും ഇൽനെസ് ഉള്ള, എന്തെങ്കിലും ഡിഫിക്കൽറ്റീസ് ഉള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉള്ള കുട്ടികളാണെങ്കിൽ ആ കുട്ടിക്ക് അവന്റെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഇമോഷൻസ് കൂടുതലായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹിയറിംഗ് ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞു. അപ്പൊ ചെവി കേൾക്കാത്ത കുട്ടിയാണെന്ന് വിചാരിക്കും. അപ്പൊ ആ കുട്ടിക്ക് വളരെയധികം മാനസികാവസ്ഥയിൽ കൂടി ആ കുട്ടി കടന്നു വരുന്നത്. അപ്പൊ എങ്ങനെയാണ്, അപ്പൊ ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ എന്തുണ്ട്, റിലേഷൻ ഉണ്ട്. There is a positive relation between health and emotional development. ഇമോഷണൽ ഡെവലപ്മെന്റും ഹെൽത്തും തമ്മിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. The children's weak in physical structure or suffering from illness are more emotionally upset and unstable. കുട്ടികളിൽ ഇപ്പൊ വയ്യാത്ത കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ, വൈകല്യങ്ങളുള്ള കുട്ടികൾ, അവര് സാധാരണ കുട്ടികളെക്കാളും ഇമോഷണലി എങ്ങനെയായിരിക്കും, അപ്സെറ്റ് ആയിരിക്കും, അതേപോലെ തന്നെ അൺസ്റ്റേബിൾ ആയിരിക്കും, ഭയങ്കര വിഷാദം, അങ്ങനെ ആ ഒരു സ്റ്റേജിലായിരിക്കും ആ കുട്ടികളുടെ പെരുമാറ്റം. ദാൻ ചിൽഡ്രൻസ് ഹു ആർ ഹെൽത്തി. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, ഹെൽത്തി ആയിരിക്കുന്ന കുട്ടികളുടെ ഇമോഷനെ പോലെ ആയിരിക്കില്ല അൺഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ. ഹെൽത്തി ആയ കുട്ടികൾ എങ്ങനെയാണ്, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, അവരെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനും അതേപോലെ പ്രകടിപ്പിക്കാനൊക്കെ ഭയങ്കര എന്തായിരിക്കും, ഭയങ്കര ആയിരിക്കും, ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണെന്ന് വിചാരിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ട് അവരുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, എപ്പോഴും അപ്സെറ്റും അൺസ്റ്റേബിൾ ആയിരിക്കും, അവർക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റൂല. വയ്യാത്ത ഇപ്പൊ മാനസിക ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇമോഷൻസ് ഒട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല, അൺസ്റ്റേബിൾ ആയിരിക്കും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും കൂടി പറ്റൂല, അവരുടെ എന്താണ് ആ സമയത്ത് തോന്നുന്ന ഫീലിംഗ് പോലും നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉള്ളത്. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ സ്കൂളിൽ ഉണ്ടെന്ന് തിരിച്ചറിയാന്ന് വിചാരിക്കും, നമ്മളെ പഠിപ്പിക്കുന്ന സ്കൂളിൽ ആ കുട്ടി ഉണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ അവര് നമ്മൾ എന്ത് ചെയ്യുക, നല്ല സപ്പോർട്ട് കൊടുക്കുക. ബാക്കിയുള്ള കുട്ടികളോട് പറയാം, ഇങ്ങനെ ഒരു കുട്ടി നമുക്ക് ഉണ്ട്, ആ കുട്ടീനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് വേണം കാണാനായിട്ട്. അവന് കുറവുകളുണ്ട്, അവന് ആ ഒരു പ്രശ്നം, ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊരിക്കലും ഒരു കുറവായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. അവൻ നമ്മുടെ കൂടെ ഉള്ള ഒരു കുട്ടിയാണ്. അവൻ നമ്മളെ ഒറ്റപ്പെടുത്താൻ, ഒരു കുട്ടി അവൻ എന്ത് ചെയ്ത് ഒറ്റപ്പെടുത്താൻ ഒട്ടും പാടില്ല. കാരണം ഓരോ കുട്ടിയുടെ കുഞ്ഞി മനസ്സാണ്. അപ്പൊ ആ സമയത്തുള്ള അവന്റെ ഇമോഷൻസ് അവന്റെ ഭാവിനെ അത് ബാധിക്കും. ഇപ്പൊ ക്ലാസ്സിൽ ചെന്നപ്പോ അവന് വയ്യാത്ത ഒരു കുട്ടിയാണ് ക്ലാസ്സിൽ ചെന്നത്. ഇപ്പൊ എന്താ പറയാ, വല്ല വീൽ ചെയറിൽ ഉള്ള ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ള കുട്ടിയാണ് ക്ലാസ്സിൽ ചെല്ലുമ്പോ എല്ലാ പിള്ളേരും കൂടി കളിയാക്കി അവന് ഭയങ്കരമായിട്ട് ഇമോഷണലി എന്താ പറയാ, ഭയങ്കര മോശം രീതിയിൽ അവനോട് പെരുമാറി കഴിഞ്ഞാൽ അവന് പിന്നെ സ്കൂളിൽ പോകാൻ തോന്നുന്നു ഇല്ല. കാരണം എന്താണ്, അവന് പേടിയായിരിക്കും, അവരെന്നെ പോയി കഴിഞ്ഞാൽ അവരെന്നെ കളിയാക്കും എന്നുള്ള പേടിയാണ്. പക്ഷെ അങ്ങനെ എല്ലാ ഒരു സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ഒരു സ്റ്റുഡൻസും മറ്റൊരു സ്റ്റുഡന്റിനോട് പെരുമാറുന്നത് നല്ല രീതിയിൽ അവനെ ഫോം ചെയ്ത് അവരിൽ ഒരാളായിട്ടാണ് അവനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവന് ഇഷ്ടമായിരിക്കും, വീണ്ടും പോകാനായിട്ട് തോന്നും. അവന്റെ ആ ഒരു കുറവ് അവൻ മനസ്സിൽ നിന്ന് കളയും. ഞാനും അവരെ പോലെ ഒരാളാണെന്നാണ് അവരെന്നെ ട്രീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് കുറവുകളൊന്നുമില്ല, ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷം ഒരിക്കലും ചിലപ്പോൾ ആ ഒരു ക്ലാസ് റൂമിൽ അവന് കിട്ടുന്നത്, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ എൻവയോൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? കാര്യം അത് ഐഡന്റിഫൈ ചെയ്യാം. ആ കുട്ടിക്ക് ആവശ്യമുള്ള സപ്പോർട്ട് ആ കുട്ടിക്ക് അല്ല, മറ്റുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട്, ആ കുട്ടിയെ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത്, അവന്റെ സാഹചര്യം ഇതാണ്. നമ്മൾ അവനെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്റെ പഠിപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും, അവൻ അതിനോട് ഇഷ്ടക്കേട് തോന്നും. പിന്നെ അവൻ ചിലപ്പോൾ സ്കൂൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും, ചിലപ്പോൾ വേണമെങ്കിൽ പഠിത്തം തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ നിങ്ങളെല്ലാവരും എനിക്ക് ഒരേപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും അവരോട് എന്ത് ചെയ്യരുത്? ഡിസ്ക്രിമിനേഷൻസോ ഒന്നും കാണിക്കരുതെന്ന് നമ്മുടെ കുട്ടികളോടും പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കണം. ഓക്കെ ആണോ? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റും ഓക്കെ അല്ലേ? ഇനി ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കും, ഇതേപോലത്തെ ഒരു വയ്യാത്തൊരു കുട്ടി. അപ്പൊ ആ കുട്ടി ബാക്കിയുള്ള കുട്ടികളോട് നിങ്ങൾ എങ്ങനെ അത് പറഞ്ഞു കൊടുക്കും? ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ട്, ഓരോരുത്തരും ഓൺ വേർഡ്സിൽ പറഞ്ഞാൽ മതി കേട്ടാ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? നമ്മുടെ ക്ലാസ്സിൽ ഓക്കെ സോഫിയ എന്ന് പറഞ്ഞിട മോൻ എന്ത് പറഞ്ഞു കൊടുത്ത് പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിബിലിറ്റിയുമാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പിള്ളേരെ വാൻ ചെയ്യണം. മോനെ ആ കുട്ടിനെ ഒന്നും ഉപദ്രവിക്കാനൊന്നും പാടില്ല, അവരെ കളിയാക്കാനേ പാടില്ല, അങ്ങനെ ഒരു കുറവുണ്ടെന്ന് എന്ത് ചെയ്യരുത്? അവരെ എന്നുവെച്ചാൽ എടുത്ത് പറയൊന്നും ചെയ്യരുത് എന്ന് നമ്മൾ വാൻ ചെയ്യണം. സോഫിയല്ലേ പറഞ്ഞത്? അതെ മാം. മോൻ പറഞ്ഞേടാ. എന്റെ മോളുടെ ക്ലാസ്സിലുണ്ട്, 10th പഠിക്കുന്നത്. അപ്പം ഭയങ്കര കെയറിങ് ആണ് എല്ലാവരും. ആ മോൾക്ക് കുറച്ചു ദിവസം ക്ലാസ്സിൽ വരാണ്ടിരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പം പിന്നെ ഈ പിള്ളേർക്കിടെ കുറച്ച് പിള്ളേർ ഇതേപോലെ കളിയാക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ എന്റെ മോള് പറഞ്ഞ് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ മോളോട് ഭയങ്കര കൂട്ടാണ്. ഇപ്പൊ എന്ത് സാധനം കുട്ടി കൊണ്ടുവന്നാലും ഇവിടെ നിന്ന് കൊണ്ടുപോയാലും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ചെയ്യും. അതിൽ എന്നെ കാണുമ്പോഴൊക്കെ തന്നെ ഭയങ്കര കാര്യമാണ്, ഭയങ്കര ഇതാണ്, സ്നേഹമാണ്. ഇപ്പൊ എവിടെ കണ്ടു കഴിഞ്ഞാലും ആ കുട്ടി ഞാൻ കണ്ടില്ലെങ്കിലും എന്നോട് വിളിച്ച് മിണ്ടും. അതിൽ എന്റെ മോളെ കണ്ടാലും അതെ, ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര സ്നേഹമാണ്. അവർക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ടീച്ചേഴ്സ്മാരാണെങ്കിൽ കേട്ടോ അങ്ങനെ വേർതിരിവില്ല. 2-3 പിള്ളേർ മാത്രം കാണിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ എന്നാലും ആ കുട്ടിക്ക് നിഷ്മ ഉണ്ടെന്നും പറഞ്ഞിട്ട്, എന്റെ മോളുടെ പേര് നിഷ്മയാണ്, നിഷ്മ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ക്ലാസ്സിൽ വരൂ. അങ്ങനെ നല്ല നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലായാലും നമ്മ പഠിപ്പിക്കുന്ന കുട്ടികളായാലും ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെന്ത് ചെയ്യാം? നല്ല രീതിയിൽ ആ കുട്ടികളോട് പെരുമാറാനായിട്ട് പറയാം. ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പില്ലേ അവർക്ക് ആ ഒരു ഫീല് അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള ഒരു തോന്നൽ തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഹെൽത്തും ഫിസിക്കൽ ഡെവലപ്മെന്റും. ഈ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് ഒരു 3 പേര് പറഞ്ഞു കേട്ടോ. ജോൺസി. ഹലോ. പറഞ്ഞോടാ. അത് ക്ലാസ്സിൽ നമ്മൾ കുട്ടികളോട് ഈക്വൽ ആയിട്ട് പെരുമാറണം. അപ്പൊ ആ കുട്ടികളോ ഇങ്ങനെ കുറവുള്ള കുട്ടികളോട് വീക്കായ കുട്ടികളെ കുറച്ചുകൂടി പരിഗണിക്കുകയും കൂടി ചെയ്യണം. ഹലോ. ഓക്കേടാ. ആരാണ്? റെജിന. ഇമോഷണൽ ഡെവലപ്മെന്റ് ഹെൽത്ത് ഡെവലപ്മെന്റ് തമ്മിലൊരു പോസിറ്റീവായിട്ടുള്ള റിലേഷൻ ഉണ്ട്. അതിൽ കുട്ടികൾ ആരോഗ്യപരമായിട്ട് കുറവുള്ള കുട്ടികൾക്ക് ഫിസിക്കൽ സ്ട്രക്ചർ പിന്നെ അസുഖങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ മറ്റു ആരോഗ്യമുള്ള കുട്ടികൾ കളിയാക്കിയോ അങ്ങനെയൊന്നും ചെയ്യാതെ അവരെ കൂടെ ചേർത്ത് നിൽക്കുകയാണ് വേണ്ടത്. ഞാൻ മ്യൂട്ടാക്കുമ്പോ നിങ്ങൾ പറയണോണ്ട് മ്യൂട്ടാണെന്ന് ഞാനിപ്പോ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജിൻസി പറയാനാണോ? നീന മെസ്സേജ് അയക്കണോട്ടാ, പറയാനായിട്ട് താല്പര്യമുള്ള ഇമോഷണൽ ഹെൽത്ത് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞത് മാം. മാം ഒന്നും ക്ലിയർ ആവണില്ല, കേൾക്കണില്ല. എല്ലാവർക്കും അങ്ങനെ പ്രശ്നമുണ്ടോ? ക്ലിയർ ആവാത്ത പ്രശ്നമുണ്ടോ? ഇല്ല. ഇല്ല മോന്റെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ശ്വേത. ഹെൽത്ത്
ഹെൽത്ത് നമ്മുടെ ഇമോഷൻസിനെ എപ്പോഴും ബാധിക്കും. ഏതെങ്കിലും രീതിയിൽ കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് എപ്പോഴും അപ്സെറ്റ് ആയിരിക്കും, പിന്നെ അവർ അൺസ്റ്റേബിളും ആയിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ അവരുടെ ഇമോഷൻസും നല്ല ഗുഡ് ആയിരിക്കും, പിന്നെ അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും. അതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കേടാ. നീന പറയാം മാഡം. ഹെൽത്തും ഡെവലപ്മെന്റും തമ്മിൽ റിലേറ്റ് ചെയ്താണ് കിടക്കുന്നത്. ഹെൽത്തി ചിൽഡ്രൻ ആണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവ് ആയിരിക്കും. എന്നാൽ അൺഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ അവർ ഇമോഷണൽ ഡെവലപ്മെന്റ്സ് അൺസ്റ്റേബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പമുള്ള കുഞ്ഞുങ്ങളോട് നമ്മളിങ്ങനെ ഒത്തിരി സഹതാപം കാണിക്കാനും പാടില്ല. അവരെ സാധാരണ കുട്ടികളെ പോലെ തന്നെ കാണണം, അവരോട് ഒരു തിരിവ് കാണിക്കുക. എന്നാലാണ് അവർക്ക് അത് ഒരു മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് മറ്റുള്ള കുട്ടികളൊപ്പം തന്നെ അവരെയും നമ്മൾ തിരിച്ച് കാണിക്കാതെ അവരെ നമ്മളൊപ്പം തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഇതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കേടാ. നീന മോൾ. മാം, നമ്മുടെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് റിലേഷൻ ആയിരിക്കും. അതായത് ഹെൽത്ത് കുട്ടികൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എനർജറ്റിക്കലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഇമോഷൻസ് എല്ലാം നല്ല ക്ലിയർ ആയിരിക്കും. അതിനനുസരിച്ച് തന്നെ നമുക്ക് ഹെൽത്ത് കുറവായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ കുട്ടികൾക്ക് അതിന് പ്രേരണ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ടീച്ചേഴ്സ് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം. ആ കുട്ടികളെ കൺട്രോൾ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മളതിന് മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാം ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. അവരെ കൂടുതൽ കെയർ ചെയ്ത് ഓവർ കെയർ ചെയ്ത് അവരെ ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ പിള്ളേർക്കും അതുപോലെ നമുക്കും പറ്റണം, അതുപോലെ തന്നെ ആ കുട്ടികളും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കേടാ. ഇനി ആരാ പറയണ? അഞ്ജന സത്യൻ. യെസ് മാം. പറഞ്ഞോട്ടാ, മോനെന്താ മനസ്സിലായെന്നോ? ഹെൽത്തും അതേമാതിരി ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിട്ട് പോസിറ്റീവ് റിലേഷൻ ആണ് ഉള്ളത്. ഒരു കുട്ടി വീക്ക് ആണെങ്കിൽ അവരുടെ ഇമോഷണൽ സ്ട്രെങ്ത്തും വീക്കായിരിക്കും. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർ അൺസ്റ്റേബിൾ ആയിരിക്കും. ഇപ്പോൾ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും കുറവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായുള്ള കുട്ടികളാകുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ മറ്റു കുട്ടികളെ പോലെ കരുതാനും അവരെ ഒറ്റപ്പെടുത്താണ്ടിരിക്കാനും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ഇനി ആരാ? രേഷ്മ. മാം, ഇപ്പോൾ വീക്കായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സാധാ കുട്ടികളെ പോലുള്ള ഇമോഷൻസ് ആവില്ല. അവർക്ക് ഇത്തിരി കൂടി കൂടുതലായിട്ട് അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടായിരിക്കും. അപ്പം ഈക്വലായിട്ട് തന്നെ സാധാ കുട്ടികളെ എങ്ങനെയാണ് കാണുന്നത് അതേപോലെ തന്നെ അവരെയും കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് പറയാം, എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂള് സാധാ നോർമൽ ഒരു സ്കൂളാണ്. പക്ഷേ അവിടെ പ്രൈവറ്റ് സ്കൂളാണ്. എന്നാൽ കൂടി ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ തന്നെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിപ്പോ അവര് സെപ്പറേറ്റ് പഠിപ്പിക്കുകയൊന്നല്ല, ഇവരെങ്ങനെയാണോ ക്ലാസ്സിൽ ഇരിക്കുന്നത്, എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ അവരൊപ്പം തന്നെയാണ് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവർക്ക് ഫീസോ കാര്യങ്ങളോ ഇല്ല. അവരെ ഫ്രീ ആയിട്ടാണ് എഡ്യൂക്കേഷൻ. അവിടെ ഹോസ്റ്റലുണ്ട്, അങ്ങനെ നിർത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഇവർക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികള് ഇപ്പൊ മൂന്നാമത്തെ നിലയിലൊക്കെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പൊ മറ്റു കുട്ടികളുടെ ഒപ്പം തന്നെ അപ്പൊ ആ കുട്ടികള് ഇവരെ കെയർ ചെയ്ത് കൊണ്ടുവരുന്നതും സാധാ പോലെ കമ്പനി ആയിട്ട് വർത്താനം പറഞ്ഞു പോണതും എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരിക്കും, മിക്ക ക്ലാസ്സിലും ഉണ്ടാകും. അപ്പൊ ഒരു പ്രോഗ്രാം ആണെങ്കിൽ കൂടിയിട്ട് ഫസ്റ്റ് ഒരു 2 ലൈൻ ഫുള്ള് ഈ ബ്ലൈൻഡ് ആയ കുട്ടികളെ തന്നെ അവർ ആദ്യം കൊണ്ടുപോയി ഇരുത്തും അവിടെ. അത് അതിന് അവിടെ ഒരു സെപ്പറേറ്റ് ബ്ലൈൻഡ് ആയ കുട്ടികൾ അങ്ങനെ ഒരു സെപ്പറേഷൻ ഞാൻ കണ്ടിട്ടില്ല. സാധാ ഞാൻ വിചാരിച്ചത് വേറെ നിർത്തിയിട്ടാണ് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവരൊപ്പം തന്നെ ഇവരുടെ അതേപോലെ യൂണിഫോം ഇവരൊപ്പം തന്നെ അങ്ങനെ വ്യത്യാസത അവിടെ കണ്ടിട്ടില്ല. അപ്പൊ അവരും പറയും, മീറ്റിംഗിൽ പറയുമ്പോൾ നമ്മുടെ അറിവിലും അങ്ങനെ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞോളൂ, അവര് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബ്ലൈൻഡ് സ്കൂളുകൾ ഉണ്ടല്ലോ, അങ്ങനെയാകുമ്പോ അവിടെ അങ്ങനത്തെ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഈ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാകുമ്പോ അപ്പൊ അവർക്കും അങ്ങനെ ഒരു ബ്ലൈൻഡ് ആണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലാണ് എന്നുള്ളൊരു തോന്നല് അവർക്കും ഉണ്ടാവില്ല.
അപ്പൊ രണ്ടുപേർ അങ്ങനെയുള്ള കുട്ടി ഇപ്പൊ ബ്ലൈൻഡ് തന്നെയല്ല എന്തിതായാലും എല്ലാവരെയും ഒരേപോലെ കുട്ടികളെ തന്നെ കാണാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ലൊരു കാര്യമുണ്ട് അത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ചെറുപ്പത്തിലെ തന്നെയുള്ള ഡിസ്ക്രിമിനേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ സൊസൈറ്റിനോടുള്ള കുട്ടികളുടെ പേടി, ഡിസേബിൾ അല്ലെ എന്താണ് പറയാ, അങ്ങനത്തെ കുട്ടികൾക്ക് എന്താണ് ആ സൊസൈറ്റിനോടുള്ള പേടി, അവർ ഫേസ് ചെയ്യുന്ന പേടി ചെറുപ്പത്തിലേ മാറിക്കിട്ടും. കാരണം നമ്മൾ പഠിച്ചു വളർന്നത് എല്ലാവരും പഠിച്ചു വന്ന അതേ സാഹചര്യത്തിൽ കൂടെയാണ് ഞാനും പഠിച്ചു വന്നത്. അതുകൊണ്ട് ആ ഡിസ്ക്രിമിനേഷൻസോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവരും ആ സൊസൈറ്റിയിൽ നേരിടും. പക്ഷെ ബ്ലൈൻഡ് ആയിട്ടുള്ള സ്കൂളിലെ പിള്ളേർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവര് എന്താവും മിക്സഡ് സ്കൂളിലേക്ക് വന്നത്, കോളേജിൽ പോകുമ്പോഴോ അപ്പോഴോ പെട്ടെന്നായിരിക്കും ഒരാള് ഇങ്ങനെ കളിയാക്കണമെന്നോ അതൊക്കെ അവർക്ക് പെട്ടെന്ന് ഭയങ്കര ഇമോഷണലി അത് അവരെ അഫക്ട് ചെയ്യും. സോ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ മിക്സഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസും നോർമൽ ആയിട്ടുള്ള ആൾക്കാരും ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രശ്നമില്ല. അവർ ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അവരുടെ ലിപിയൊക്കെ എങ്ങനെയാണ്? നമ്മൾ സാധാരണ ഇതല്ല ബ്രെയിൻ ലിപി ആയിരിക്കൂലേ അവരുടെ ബുക്കൊക്കെ? രേഷ്മ? അതെനിക്ക് അങ്ങനെ ഞാൻ കൂടുതൽ ചോദിച്ചിട്ടില്ല. പക്ഷെ അവര് കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് ലാപ്ടോപ്പ് വരെ യൂസ് ചെയ്യണത് ഞാൻ കണ്ടിരുന്ന. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫീസ് അടയ്ക്കാൻ പോയപ്പോ 2-3 കുട്ടികൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് അവര് ലാപ്പിലാണ് ചെയ്യണത്. അപ്പൊ എനിക്കും അതിശയം തോന്നിയിട്ടാ ഇത് എന്താണെന്നുള്ളത്. പിന്നെ നമ്മള് ഇതെങ്ങനെയാണ് അവരുടെ ഇതെന്ന് ഞാൻ കൂടുതൽ ചോദിച്ചിട്ടില്ല, ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലോ. എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് അറിയില്ല. മോന്റെ ക്ലാസ്സിൽ ഇല്ല, ഇവന്റെ ക്ലാസ്സിലില്ല ഇപ്പൊ. ഞാൻ ചോദിക്കാം അവിടെ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഇത് വരാത്തോണ്ട് ഇപ്പൊ നമ്മുടെ അറിവിലും ഇല്ല. പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാത്തോണ്ട് പിന്നെ ഞാൻ അതിനെ പറ്റി കൂടുതൽ ചോദിച്ചിട്ടില്ല. പക്ഷെ അവര് മീറ്റിംഗ് വെച്ചപ്പോ എന്നോട് ഞങ്ങൾ മൊത്തത്തില് എല്ലാവരോടും പറഞ്ഞു, അങ്ങനെ അറിവിലുണ്ടെങ്കിൽ കൂടി പറഞ്ഞോളൂ, ഫ്രീ എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രല്ല അവർക്ക് ഈ മറ്റേ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ചാനലിലൊക്കെ ഇങ്ങനെ ഈ ചെണ്ടമേളം, ഈ കണ്ണ് കാണാത്തോട്ട് അങ്ങനത്തേലൊക്കെ ഇവരെ സ്കൂളിൽ നിന്നും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യമൊക്കെ. അങ്ങനെയൊക്കെയാണ്. ഞങ്ങള് ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണ്. മെഡിക്കൽ കോളേജിന്റെ അവിടെ അത്താണി JMJ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ. ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പൊ അത് സ്കൂളാണ്. നല്ല എന്താ പറയാ ഫോളോ ചെയ്യുന്ന നല്ലതാണ്. ഓക്കെ, അശ്വതി മോൻ എന്താ മനസ്സിലായത് ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിലുള്ള റിലേഷൻ? ഇമോഷണൽ ഡെവലപ്മെന്റും ഹെൽത്തുമായിട്ട് ആണ്, അതായത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അവർക്ക് ഹെൽത്തി ആയിട്ട് അവര് ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും, അതേപോലെ അൺസ്റ്റേബിൾ ആയിരിക്കും. അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടി നല്ല രീതിയിലായിരിക്കും അവർ പെരുമാറുന്നത്, നല്ല ആക്റ്റീവ് ആയിരിക്കും. അതേപോലെ അതുകൊണ്ട് ഈ ഇമോഷണലായിട്ട് വീക്കായിട്ടുള്ള കുട്ടികളെ പ്രത്യേകം പരിഗണിക്കുകയും മറ്റുള്ളവരോടൊപ്പം അവരെ തുല്യമായിട്ട് കാണുകയും ചെയ്യണം. ഓക്കെ, അന്നയ്ക്ക് എന്താ മനസ്സിലായത്? അന്ന? ലീല അല്ലേ? ഇത് പറയാനാണോ ഇങ്ങനെ ഹാൻഡ് ഇത് കാണിച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നോക്കാം. നമ്മ അടുത്ത ടോപ്പിക്കിൽ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ഇന്റലിജൻസും അതേപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റും. ഇപ്പൊ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവന് ആ ഒരു ഏജിൽ തന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അവന്റെ ഇമോഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനും ആ ഇമോഷൻസും നല്ല തിങ്കിങ്ങിലേക്കായിരിക്കും ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ ചെയ്യുന്നത്. അവന്റെ ഇമോഷൻസും ആ ഒരു രീതിയിലായിരിക്കും അത്യാവശ്യം എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് അവന് പറ്റും. ഇപ്പൊ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇമോഷൻസ് എന്ത് ചെയ്യാനായിട്ട് പറ്റൂല, പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവനായിരിക്കും ഇപ്പൊ ലോ ഇന്റലിജന്റ് ആയിട്ട് കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വിഷമം വരും. നമ്മ ഒന്ന് ചീത്ത പറയുമ്പോഴേക്കും വിഷമം വരും, കരഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴേക്കും അവനെന്താണ് ദേഷ്യം വരാം, വിഷമം വരാം. അത് പെട്ടെന്ന് അവർക്ക് ഇമോഷണൽ കൺട്രോൾ കിട്ടില്ല. ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോൾ പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ എന്താണ് ഇന്റലിജൻസും അതേപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ഇനി നോക്കുന്നത്. സ്റ്റഡീസ് ഹാവ് പ്രൂവ്ഡ് ദാറ്റ് there is a less emotional control among low intelligent children compared to high intelligent groups. അപ്പൊ
ചെറിയ എന്ന് വെച്ചാല് ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളിൽ കണ്ടുവരുന്നത് ലെസ് ഇമോഷണൽ കൺട്രോൾ ആണ്. അവർക്ക് അവരുടെ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പ്രകടിപ്പിക്കും. അവർ ആ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് പോലും എന്ത് ചെയ്യൂല, ശ്രദ്ധിക്കില്ല. അവർക്ക് ആ സമയത്ത് എന്താ തോന്നുന്നത് അത് അപ്പം പ്രകടിപ്പിക്കും. പക്ഷെ കുറച്ചുകൂടി ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയാം. ഇന്ന സാഹചര്യത്തിൽ ഇന്ന പോലെയാണ് ഞാൻ പെരുമാറുന്നതെന്നുള്ള കാര്യം ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പൊ അവരുടെ ഇമോഷൻസ് അവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ അറിയാം, കൺട്രോൾ ചെയ്യാൻ അറിയാം. ഇപ്പൊ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടീനെ ക്ലാസ്സിലെ ടീച്ചർ വഴക്ക് പറയാന്ന് വിചാരിക്കും, നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോ അവർ പെട്ടെന്ന് ടീച്ചറിന്റെ അടുത്ത് ചൂടാവാനും ദേഷ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്താണ്, അവർ ആ ഒരു സമയം കഴിയുമ്പോൾ ടീച്ചർ പറയുന്ന എല്ലാ കാര്യം കേട്ടതിന് ശേഷം അവന് സംസാരിക്കാനുള്ള ടൈമിൽ അവന്റെ ഇമോഷൻസ് അവൻ എന്ത് ചെയ്യുള്ളൂ, പ്രകടിപ്പിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കാര്യം അവൻ ചെയ്യുള്ളൂ. An intelligent person with his reasoning and thinking power exercise control as per the situations. അപ്പൊ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണതും അതേപോലെ കാര്യങ്ങളെ കുറിച്ച് തിങ്ക് ചെയ്യണതും അവന് ആ ഒരു കൺട്രോൾ ചെയ്യാനായിട്ട്, അവന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് അവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇന്ന സിറ്റുവേഷനിൽ ഇന്ന ഇമോഷൻ വരും, അതെനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ അവൻ അതെന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്ത് അവന്റെ ലൈഫിലേക്ക് അതെന്ത് ചെയ്യുന്നുണ്ട്, അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. മേക്ക് പ്രോപ്പർ യൂസ് ഓഫ് ഹിസ് ഇമോഷൻസ്. അവന്റെ ഇമോഷൻസ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാപ്പോഴും ചൂടായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത്യാവശ്യം ഇപ്പൊ നമ്മ എന്താ പറയാ, പഠിക്കാനൊക്കെ ഇത്തിരി വീക്കുള്ള കുട്ടികളാണെങ്കിൽ അവൻ നമ്മൾ ചീത്ത പറയണമെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് അവൻ കരയും, ഭയങ്കരമായിട്ട് ഇമോഷണലി കരയും. അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയാ പ്രശ്നങ്ങളായിരിക്കും. അവന്റെ ഇമോഷൻസ് അവൻ ആ സമയത്ത് എന്താ തോന്നുന്നത് അതായിരിക്കും അവൻ ചെയ്യണത്. അവൻ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ കുറച്ചും കൂടി ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്താണെന്നുള്ള കാര്യം അവൻ ചിന്തിച്ച് അത് അനലൈസ് ചെയ്തിട്ടായിരിക്കും അവൻ എന്ത് ചെയ്യണത്, പെരുമാറുന്നത്. ആ സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഉള്ള കാര്യം പെരുമാറുന്നത്. അപ്പൊ ഇന്റലിജൻസും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് ഇപ്പൊ ഈ പറഞ്ഞത് കൂടാണ്ട് എന്തൊക്കെ ബന്ധങ്ങളാണോ ഉള്ളതെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഈ പറഞ്ഞതും പറയാം, അതേപോലെ തന്നെ അതിൽ കൂടാണ്ട് എന്തൊക്കെ ഇന്റലിജൻസും അതേപോലെ തന്നെ എന്താണ് ഇമോഷൻസും ഒരു കുട്ടിയുടെ ലൈഫിൽ എന്തൊക്കെ കാര്യം എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടെന്ന്. ഓക്കെ, ആരും ഒന്നും പറയാനില്ലേ ഇമോഷൻസും ഇന്റലിജൻസും തമ്മിലുള്ള ബന്ധം? റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് ഒരു കാര്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതിന് നല്ലപോലെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് കഴിയും. കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അവർക്ക് തിരിച്ചു തരാനായിട്ട് സാധിക്കും. ക്വിക്കായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് അവർക്കത് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസും അതുപോലെ തന്നെ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും കേട്ട് അതിനനുസരിച്ച് അവർ റിയാക്ട് ചെയ്യുള്ളൂ. ഓക്കേടാ. ദിവ്യ, ദിവ്യ എന്നാ ശ്വേത, മോന്റെ പേരെന്താണ്? വേദ. ഓക്കെ, ഇന്റലിജൻസ് കുട്ടികൾക്ക് എപ്പോഴും വളരെ ആങ്സൈറ്റി കൂടുതലായിരിക്കും. എല്ലാ കാര്യത്തിനും അവർ പെട്ടെന്ന് പേടിക്കും. പക്ഷെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാത്തിനും നല്ല കോൺഫിഡന്റ് ആയിരിക്കും. എന്ത് വന്നാലും നേരിട്ട് പോവാന്നുള്ള ഒരു ഇത് അവർക്കുണ്ടാവും. ഓക്കെ, ദിവ്യ പറഞ്ഞോടാ. ഇനി ആരാ പറയണത്? മാം, എന്റെ മോൾ കുറച്ച് കുറവാണ് ആ കുട്ടിക്ക്. അപ്പൊ പെട്ടെന്ന് ദേഷ്യം വരും അവൾക്ക്. ക്ലിയർ ആയില്ല, ആദ്യം മുതൽ പറയോടാ. കട്ടായി പോയി. അന്ന ഓക്കെ, ക്ലിയർ ആവില്ല കേട്ടാ. ജീന, ഇന്റലിജന്റ് ആയിട്ടുള്ള കൊടുക്കണ പോലെ പറഞ്ഞു കൊടുത്താലും അങ്ങനെ മനസ്സിലാക്കാൻ കുറച്ച് കുറവാ. അപ്പൊ ഒരു മറ്റുള്ള കുട്ടികൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർ ഇവൾക്ക് 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ ഒക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉണ്ട് ഒരു കുട്ടി. ഓക്കേടാ. ജീന പറഞ്ഞോടാ. ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പെരുമാറാനുള്ള ഒരു ഇതുണ്ടാവും.
നമ്മൾ ചില കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പക്വത. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും അവർക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ ചില കുട്ടികൾക്ക് അത് അറിയാൻ പറ്റും. ഓരോ സാഹചര്യത്തിൽ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ചില കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമ്മൾ ഒരു തവണ പറഞ്ഞു കൊടുത്തു, വീണ്ടും നമുക്ക് ഭാവിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചില കുട്ടികൾ അത് ഓർത്ത് അങ്ങനെ പെരുമാറാറുണ്ട്. ചില കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവര് തന്നെ അവരുടെ ആ വളർച്ചയിൽ തന്നെ അവരുടെ ആ കാലഘട്ടങ്ങളിൽ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു അറിവ് ഒക്കെ വെച്ച് അവർ കൂടുതൽ പക്വത ഉള്ളവരായിരിക്കും. നമ്മൾ ഒരു കാര്യങ്ങളും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ട് മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ കഴിയുന്ന കുട്ടികളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അത് ഏത് രീതിയിൽ ഏത് സാഹചര്യത്തിൽ അത് എക്സ്പ്രസ് ചെയ്യണമെന്നും എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ പറ്റുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. നന്നായിട്ട് പറഞ്ഞോട്ടാ. രക്ഷിത പറഞ്ഞോട്ടാ. ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള അതങ്ങനെ ചെയ്യാൻ അറിയില്ല. പിന്നെ അവരുടേതായ ദേഷ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് പ്രകടിപ്പിക്കും. ലോ ആയിട്ട് ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാകുമ്പോൾ. മറ്റ് ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാകുമ്പോൾ എന്ന് പറഞ്ഞു അവർക്കത് എങ്ങനെ ഒരാളോട് പെരുമാറണം, എന്തൊക്കെ പറയണം എന്നൊക്കെ ഉള്ള അത് മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടായിരിക്കും. ഓക്കേടാ. അഞ്ജന മോളെന്താ മനസ്സിലായത് ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടി ഇമോഷണൽ ഡെവലപ്മെന്റിൽ നമ്മുടെ റിലേഷൻ? ലോ ഇന്റലിജന്റ് ആയിട്ട് കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവർ വളരെ കുറവായിരിക്കും. അതായത് വലിയ ഹൈ ഇന്റലിജന്റ് ആയ കുട്ടിയേക്കാളും അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതേമാതിരി തിങ്കിങ് പവർ കുറവായിരിക്കും. അതേസമയം ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടിയാവുമ്പോൾ സ്വന്തം വികാരങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെയും അവരുടെ ഇമോഷൻസിനെയും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും സാധിക്കും. ശരിയാണ്. സാധാരണ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ആ ഒരു സാഹചര്യം നല്ല രീതിയിൽ മനസ്സിലാക്കാനും അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതും അവർക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഓരോ വ്യക്തിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കുറച്ചും കൂടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റും. അതേപോലെ ഇന്റലിജൻസ് കുറവുള്ള കുട്ടികളാണെങ്കിൽ ഇത്രയും വ്യക്തമായിട്ടും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അത്രയും പോലും അവർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത്രയും ഇതുണ്ടാവില്ല. ചിന്തിച്ച് ചെയ്യണം. ഒരു കാര്യം വരുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും തീരുമാനം എടുക്കുമ്പോഴും ചിന്തിച്ച് അത് നോക്കിയിട്ട് വേണം തീരുമാനം എടുക്കേണ്ടതെന്നുള്ള കാര്യം അവർക്ക് ഉണ്ടാവില്ല. അവർ ആ സ്പോട്ടിൽ എന്താണ് തോന്നുന്നത് അതായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലൊക്കെ ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും? ഇന്റലിജൻസിലും ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റിനും റിലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ഘടകമാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്. ഇമോഷണൽ, ഫിസിക്കല്, എൻവയോൺമെന്റ് എന്ത് ഡെവലപ്മെന്റിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ആരുടെ ഫാമിലി എന്ന് പറയുന്നത്. ആ കുട്ടി വളർന്നു വരുന്ന രീതി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ആ കുട്ടിയുടെ ബിഹേവിയറിനെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇമോഷണൽ ബിഹേവിയറും അതേപോലെ എന്ത് ബിഹേവിയർ ആയാലും ആ കുട്ടിയുടെ എല്ലാ ഹാബിറ്റ്സും എല്ലാ കാര്യങ്ങളും എവിടെയാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഫാമിലീസിലാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെന്റിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടിയാണെങ്കിൽ അവരുടെ എങ്ങനെയായിരിക്കും അവരുടെ പെരുമാറ്റം? നല്ല പോസിറ്റീവ് ആയിട്ടായിരിക്കും പെരുമാറുന്നത്. അതല്ല ഇനിയിപ്പോ നെഗറ്റീവ് എൻവയോൺമെന്റിൽ നിന്നാണ് ഒരു കുട്ടി വന്നെങ്കിൽ വിചാരിക്കും, അപ്പൊ അവനും അതേപോലെ പെരുമാറാനായിരിക്കും അവനും ഇഷ്ടം. ഓക്കെ, ദിവ്യ എന്താണ് മോനിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ ടാടാ, ഞാൻ വിചാരിച്ചു നേരത്തെ പറയാനുള്ളത് വിട്ടുപോയതുകൊണ്ടാണെന്ന്. ഓക്കേടാ, ഞാൻ വിളിച്ചപ്പോ ഉണ്ടായിരുന്നില്ല അല്ല, അതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചേട്ടാ. ഇനി ഫാമിലി ട്ടാ. ചിൽഡ്രൻസ് കോപ്പി ദ ഇമോഷണൽ ബിഹേവിയർ ഓഫ് ദ പാരന്റ്സ്. കുട്ടികൾ എപ്പോഴും നമ്മുടെ ഇമോഷണൽ ബിഹേവിയർ, പാരന്റ്സിന്റെ ഇമോഷണൽസിനെ അവർ എന്ത് ചെയ്യുന്നത്? കോപ്പി ചെയ്യുന്നത്. ഭയങ്കര ദേഷ്യക്കാരായുള്ള പാരന്റ്സ് ആണെങ്കിൽ മക്കളും ആ ഒരു ഇമോഷണൽ എന്തെങ്കിലും കോപ്പി ചെയ്യും. ഭയങ്കര പാവമാണ് വിചാരിക്കും, ഒന്നിനും ഒരു
ഭയങ്കര പാവം പോലെ പെരുമാറുന്ന പാരന്റ്സ് ആണെങ്കിൽ ആ കുട്ടിയും അതേ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് വളർന്നു വരുന്നത്. ആൻഡ് എൽഡർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, മുതിർന്ന ആൾക്കാർ എങ്ങനെയാണോ പെരുമാറുന്നത് അതായിരിക്കും കുഞ്ഞു പിള്ളേർ എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത്. ഇഫ് എ ഗുഡ് അറ്റ്മോസ്ഫിയർ എക്സിസ്റ്റ് അറ്റ് ദ ഹോം, ചിൽഡ്രൻസ് ഡെവലപ്പ് പോസിറ്റീവ് ഇമോഷൻ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അവരുടെ വീട്ടിലെങ്കിൽ ആ കുട്ടിയുടെ ഇമോഷൻ എങ്ങനെയായിരിക്കും, നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്. വയർ ദ ഫാമിലി റിലേഷൻഷിപ്പ് വിത്ത് കോൺഫ്ലിക്ട് ടെൻഷൻ ലീഡ്സ് ടു നെഗറ്റീവ് ഇമോഷൻ. എപ്പോഴും തല്ലെടുത്തൊക്കെ ഉള്ള വീടാണെന്ന് വിചാരിക്കും. അപ്പൊ അവരുടെ ഇമോഷൻ എങ്ങനെയായിരിക്കും, കുട്ടികളുടെ ഇമോഷൻ ഏകദേശം നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഫാമിലി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഇമോഷൻ ആയിരിക്കില്ല, നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ഉള്ള ഫാമിലിയിൽ തന്നെ കുട്ടികൾക്ക്. ദ സൈസ് ഓഫ് ദ ഫാമിലി, ഫാമിലിയുടെ സൈസ് ഇപ്പൊ വലിയ സൈസ് ആണെന്ന് വിചാരിക്കും. ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഷെയറിങ് ഹാബിറ്റ്സ്, ഓരോരുത്തരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫാമിലിയിൽ തന്നെ അവർ പഠിച്ചു വരെയാണ്. കാരണം ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ അവർ ചെറുപ്പത്തിലേ പഠിച്ചു വരെയാണ്. ദ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലി, ഇപ്പൊ സാധാരണ എങ്ങനത്തെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ ഉള്ള നല്ലൊരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ആണെങ്കിൽ അവർക്ക് എല്ലാ ഒരു രീതിയിലും പെരുമാറാനൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസും കുട്ടിയുടെ ബിഹേവിയറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചിൽഡ്രൻസ്, ആ കുട്ടിക്ക് ആ ഒരു ഫാമിലി എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും, ആരോടൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കുട്ടിയുടെ ഇമോഷണൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാരന്റൽ ആറ്റിറ്റ്യൂഡ്, പാരന്റ്സിന് കുട്ടീനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നും ആ കുട്ടിയുടെ ഇമോഷൻസിനെ എന്ത് ചെയ്യേണ്ടത് എഫക്ട് ചെയ്യേണ്ടത്. അപ്പൊ കുട്ടീനെ ഏറ്റവും കൂടുതൽ കുട്ടിയുടെ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, ഫാമിലിയാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫാമിലിയിലെ പാരന്റ്സ് അല്ലെങ്കിൽ എൽഡർ മെമ്പേഴ്സ്, ഫാമിലി സ്റ്റാറ്റസ്, സൈസ്, നമ്മുടെ ഇമോഷൻസ്, സോഷ്യൽ സ്റ്റാറ്റസ്, സൊസൈറ്റിയിലുള്ള ഫാമിലിയുടെ സ്റ്റാറ്റസ്, ഇതെല്ലാം അവന്റെ ഇമോഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഒരു കുട്ടീനെ സംബന്ധിച്ച് എന്താണ്, ഫാമിലിയാണ്. ഏറ്റവും കൂടുതൽ ടൈം അവൻ സ്പെൻഡ് ചെയ്യുന്നതും എവിടെയാണ്, ഫാമിലിയാണ്. ഫാമിലിയിൽ ഇപ്പൊ ഗുഡ് ഹാബിറ്റ്സുകൾ ഫോളോ ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ ആ കുട്ടിയും എന്ത് ചെയ്യും, ആ ഒരു രീതിയിലേക്ക് വരും. ഗുഡ് ഹാബിറ്റ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നല്ല രീതിയിൽ എന്താ പറയാ, നല്ലൊരു എൻവയോൺമെന്റ് ആണ് അവന് കിട്ടണമെങ്കിൽ അവനും ബാക്കിയുള്ളവരോടും അതേ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പെരുമാറുന്നത്. അപ്പൊ കുട്ടി വളർന്നു വന്ന ആ ഒരു ഫാമിലി കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ആരാണ്, ഫാമിലിയാണ്. ഫാമിലിയിലെ മെയിൻ ആയിട്ട് മുതിർന്നവരാണ്. പാരന്റ്സിന്റെയും അതേപോലെ എൽഡർ മെമ്പേഴ്സിന്റെയും സ്വഭാവമാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് അതാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്. സോ ഫാമിലി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ, ഇമോഷൻ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ ആരാ വഹിക്കുന്നത്, ഫാമിലീസ് ആണ്. ഓക്കെ അല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായാൽ, ഞാൻ സ്പീഡായിട്ട് പറഞ്ഞ ടൈം തയ്യാറായാൽ അതുകൊണ്ടാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഫാമിലിനെ കുറിച്ചിട്ടാ, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു. Thank you. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.